പിന്നെ ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് വളരെ എഫക്റ്റ്. അപ്പോൾ നമ്മളിത് കുറേ പറഞ്ഞിട്ട് കാര്യമല്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂട്യൂബിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ഉള്ള വയനാട്ടിലുള്ള അൾട്രാ പാർക്കിൻ്റെ മുൻവശത്താണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചിങ് ജമ്പും കാര്യങ്ങളൊക്കെയാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത. ഈ പാർക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. KL ഡയറക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. I'm craving hope in this darkness. You say I'm just a joke, just a joke. Shivers my spine so bad. Swimming in the river stakes too much. I'm trying to let go of us, but the truth is what's really on us. വയനാടുള്ള അൾട്രാ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അൾട്രാ പാർക്കിന് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. നമുക്കൊരാളെ പരിചയപ്പെടാം. ബോസേ നമസ്കാരം. നമസ്കാരം. എന്താ പേര് വരുന്നത്? എൻ്റെ പേര് വിഷ്ണു. ഈ വയനാടൻ അൾട്രാ പാർക്കിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ? ഓ ഷുവറായിട്ടും. നിങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ചോദിച്ചോളൂ, പറഞ്ഞു തരാമല്ലോ. എന്തൊക്കെയാണ് ഇവിടെ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇവിടെ റൈഡ് കാര്യങ്ങൾ വരുന്നത് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, ഒരു 4 years ആയിട്ട് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വയനാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ്. കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണിത്. ഇതിൽ മൾട്ടി ആക്ടിവിറ്റീസാണ് വരുന്നത്. അതായത് ഒരു സൈഡിൽ ബാലി സ്വിങ്ങും ഒരു സൈഡിൽ ഫാമിലി സ്വിങ്ങും. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിന് എപ്പോഴും ഒരു ഷേക്ക് ഉണ്ടാവും. പിന്നെ അതിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഫീൽ അറിയുള്ളൂ. മറ്റ് ഗ്ലാസ് ബ്രിഡ്ജുകൾ കയറുന്ന പോലെയല്ല. നമുക്ക് ആ റിയലിസ്റ്റിക് ഫീലിംഗ്, അതായത് അതിൽ കയറി ഒന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വേർത്താണ് എന്ന് പറഞ്ഞ് പോവാത്ത ഒരാൾക്കാർ ഇവിടെ ഇല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റെയിൻ ഡാൻസ് ആണുള്ളത് ഒരു ഭാഗത്ത്. പിന്നെ കിഡ്സിനുള്ള പൂളുണ്ട്. പിന്നെ സൂപ്പർമാൻ സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് അഡ്വഞ്ചറസ് ഒരു ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. സൂപ്പർമാൻ സ്വിങ് എന്ന് പറഞ്ഞാൽ സൂപ്പർമാനെ പോലെ തന്നെ നമുക്ക് ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എക്സൈറ്റിംഗ് അഡ്വഞ്ചറസ് സ്വിങ് ഉണ്ട്. അതിൽ തന്നെ വേറെ ഒരു മോഡുണ്ട്. ആ ഒരു മോഡിൽ നമുക്ക് ഇരുന്നിട്ടും സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ നമുക്കുള്ളത് കഫേയാണ്. അതായത് നല്ല സ്റ്റാൻഡർഡൈസ് കഫേയാണ് നമ്മളത്. വയനാട്ടിൽ തന്നെ കിട്ടുന്ന ഇതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫുഡ് നമ്മളിവിടെ അഷ്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വയനാട്ടിൽ വന്ന ഒരു ആക്ടിവിറ്റിയാണ് ബഞ്ചി ജമ്പിൻ്റെ അത്രയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൂടെ ആണ് നമ്മൾ ഈ ബഞ്ചി ജമ്പ് കൊണ്ടുവന്നത്. വേൾഡിൽ തന്നെ 2nd ലാർജസ്റ്റ് ബഞ്ചിയായ ദ ക്ലിഫ് നേപ്പാൾ ടീമിൻ്റെ ക്രൂ ടീമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇവിടേക്ക് വരാനും ബഞ്ചി ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാൾ പോലും ഉണ്ടാവില്ല. ആ ആൾക്കാർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് വയനാട്. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എവിടെയാണുള്ളത്? വളരെ സൗത്ത് ഇന്ത്യയിൽ എന്തായാലും ഇല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ബഞ്ചി ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമ്മൾ ഈ ബഞ്ചി ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡ്രോൺ ഷൂട്ടും മറ്റു കാര്യങ്ങളും ഓരോരുത്തർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് വയനാട് അൾട്രാ പാർക്കിൻ്റെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒന്ന് പോയി വന്നല്ലോ. ഷുവറായിട്ടും. ഓക്കെ, ചെരുപ്പ് അഴിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും നിർബന്ധമാണല്ലേ. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ ഗ്ലാസ് ബ്രിഡ്ജ് 45 മീറ്റർ ലെങ്ത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ആക്ടിവിറ്റി ഗ്ലാസ് ബ്രിഡ്ജാണ്. ഒരു സൈഡിൽ ഫാമിലി സ്വിങ്, ഒരു സൈഡിൽ നമ്മളെ ബാലി സ്വിങ്ങുമായിട്ടുള്ള മൾട്ടി ആക്ടിവിറ്റി ഗ്ലാസ് ബ്രിഡ്ജാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവും. ഒരു ചെറുതായിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഷേക്കിംഗ് ഫീൽ ഉണ്ട്. നേരെ താഴേക്ക് നിങ്ങളൊന്ന് നേരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താണ്
അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. അപ്പോൾ വളരെ എഫക്റ്റും നമുക്കത് ഭയങ്കരമായിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്താണ്, അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ട് എന്താണ് ഒരു ഓഡിയൻസിന് നമുക്ക് ഒരു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ഒരു ഫീലും എഫക്റ്റും. അപ്പോൾ നമ്മളിത് കുറേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയ ആൾക്കാർക്ക് ഒരു കാരണവശാലും ദേ വിൽ ഫീൽ ഇറ്റ്സ് വർത്ത്. അതിൽ കൂടുതൽ നമുക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. അതെ, യെസ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്താ പറയുക? ഇത് ബഞ്ചി ജമ്പാണ്. ബഞ്ചി ജമ്പിൻ്റെ ക്രെയിനാണ്. അതെ. എത്ര ചാർജ് വരുന്നത്? ബഞ്ചി ജമ്പിന് 6,000 ആണ് ആസ് എ പ്രമോ നമ്മൾ ചെയ്യുന്നത്. ബഞ്ചി ജമ്പിൽ വേറെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. നമ്മൾ ബഞ്ചി ജമ്പ് ചെയ്യുന്നതിൻ്റെ ഡ്രോൺ ഫുട്ടേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് മറ്റ് ഫെസിലിറ്റീസ് അതിലുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജും മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ അൾട്രാ പാർക്കുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പാക്കേജസ് റെഗുലർലി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. ആസ് എ പ്രമോ നമ്മൾ കുറേ ഓഫേഴ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. നമ്മൾ അപ്ഡേറ്റ്സിന് ഫോളോ ചെയ്ത് ചാടുന്ന സമയത്ത് ഇത് പരിശീലനം നേടിയ ആൾക്കാരാണല്ലോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത്രയും വലിയ സംഭവം ചാടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ്? നമ്മൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബഞ്ച് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ സാധാരണ പറയില്ല ഊഞ്ഞാലെന്ന് പറയില്ലേ, അതിൻ്റെ പേരെന്നാ? ഏത് ഊഞ്ഞാലാണ്? ഈ താഴെ കാണുന്നത് ഇതാണ്. ഈ തൊട്ട് താഴത്ത് നിങ്ങൾ കാണുന്നതാണ് സൂപ്പർമാൻ സ്വിങ്. അതായത് നമുക്ക് കിടന്നിട്ട് സൂപ്പർമാനെ പോലെ സ്വിങ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതും വളരെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഫീൽ കിട്ടുന്ന ഒരു റൈഡാണത്. അതിൽ തന്നെ നമുക്ക് ഇരുന്നിട്ടും സ്വിങ് ചെയ്യാം. 2 തരത്തിൽ ആ സ്വിങ് എന്താക്കാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണത്. ഓക്കെ. അതേപോലെ തന്നെ ഈ വയനാട് അൾട്രാ പാർക്ക് എന്നൊരു പാർക്ക് ഇവിടെ തുടങ്ങാനുള്ളൊരു ഇതെന്താണ്? വയനാട് ഇപ്പോൾ ഒരു 6 വർഷത്തിൽ പുറകോട്ടെടുത്ത് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും. എവറി ഡേ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വരികയാണ്. അപ്ഡേറ്റ് ആയിട്ട് വരുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വയനാട് അൾട്രാ പാർക്ക്. അൾട്രാ പാർക്ക് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളിത് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ എന്താണ് അൾട്രാ പാർക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ബഞ്ചി ജമ്പ് അഡ്വഞ്ചറായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അല്ലെ അഡ്വഞ്ചർ ടൂറിസം ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ബഞ്ചി. വയനാട്ടിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വയനാട്ടുകാർക്കൊരു അഭിമാനമല്ലേ? യെസ്. ഓക്കെ. ഇത് വേറെ സ്ഥലങ്ങളൊന്നുമില്ല, ഈ സംഭവം ഇല്ലല്ലോ? ഇത് സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഇല്ല. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകൾ വശം നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ 2 സൈഡിലും 2 തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആകുന്ന ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സത്യത്തിൽ കൈയും കാലും വിറയ്ക്കും. കാരണം വെച്ചാൽ താഴെ നിന്ന് ഏറ്റവും ടോപ്പിലേക്കാണ് നിൽക്കുന്നത്. ആ ഒരു ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ ടോപ്പിൽ നിൽക്കുമ്പം. അപ്പോൾ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ. വളരെ അടിപൊളിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. ഏറ്റവും അവസാനം ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ വരുന്നത്. ആ റൗണ്ട് ഷേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യും കാലും വരയ്ക്കും. ആ രീതിയിലാണ് സംഭവം. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കയ്യും കാലും വരയ്ക്കുന്നത്. പിന്നെ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ മേലെ നിൽക്കുമ്പോൾ ഇത് പൊട്ടി താഴോട്ടേക്ക് പോകുമോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. അടിപൊളിയായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ സെറ്റപ്പാണ്. അത്യാവശ്യം ധൈര്യമുള്ള ആൾക്കാർ മാത്രമേ കയറിയിട്ട് കാര്യമുള്ളൂ. പിന്നെ അതേപോലെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നൂരും കാര്യങ്ങളൊക്കെ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മളിവിടെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റൂ. It's like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be 2 hearts running wild.
അപ്പോൾ വയനാട് അൾട്രാ പാർക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളും തീരുന്നില്ല. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പഞ്ചിങ് ജമ്പാണ്. ഏറ്റവും ടോപ്പിലാണ്, ആകാശം മുട്ടയാണ് ഒരു ക്രെയിൻ നിൽക്കുന്നത്. അത് ലോറീൻ്റെ മേലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ അത്രയും പ്രൊട്ടക്ഷനാണ് ഈ ചാടുന്നതിലൊക്കെ. നമുക്ക് ചാടിക്കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും പുതിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇത് അപ്ഡേഷൻ പുതിയ സാധനങ്ങൾ റൈഡുകളൊക്കെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.